എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? അപ്പോൾ ബിഗ് ബോസ് ഒക്കെ അവസാനിച്ച് നമ്മൾ ഇന്നലെ ഒരു പക്ഷേ ബിഗ് ബോസിന്റെ അവസാനത്തെ ടോപ്പിക് ആയിരിക്കും, കോണ്ടന്റ് ആയിരിക്കും എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ശൈത്യയുടെ വിഷയം എടുത്ത് സംസാരിച്ചത്. പക്ഷെ അവിടെ കൊണ്ടൊന്നും അവസാനിക്കുമെന്ന് തോന്നുന്നില്ല. ഇപ്പോൾ പുതിയ പുതിയ സംഭവ വികാസങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ ശൈത്യയുടെ വീഡിയോ റിയാക്ട് ചെയ്ത സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അഖിൽ മാരാർ ഒരു പക്ഷേ മറുപടി കൊടുക്കില്ലായിരിക്കും, കാരണം സ്റ്റോറി ഇട്ട് മറുപടി കൊടുത്തല്ലോ. പക്ഷെ അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അത് വെച്ച് സംസാരിക്കണോ വേണ്ടയോ അതോ ശൈത്യക്ക് കൊടുത്തത് മതിയോ എന്നുള്ള കാര്യം ഒന്ന് കമൻറ്റ് ചെയ്യാം. ഇന്ന് നമ്മുടെ ടോപ്പിക് അതൊന്നുമല്ല. ഞാനിങ്ങനെ യൂട്യൂബ് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് വന്നപ്പോൾ ഒരു 1.5-2 വർഷം മുൻപ് നടന്നൊരു സംഭവം. സുരഭി സുഹാസിനി എന്ന് പറഞ്ഞൊരു സീരിയൽ ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു അമൃതയിലോ ഫ്ലവേഴ്സിലുമാണ്, ഏത് ചാനലെന്ന് എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ ഈ സീരിയലിൽ അനുമോളായിരുന്നു നായിക. അതിനുശേഷം അതിൻ്റെ സെക്കൻഡ് പാർട്ട് വന്നപ്പോൾ, ആ ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞ് സെക്കൻഡ് പാർട്ട് വന്നപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു ഫാമിലി ഉണ്ട്. കണ്ണൻജി നാഥ് കലാകാരൻ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഫാമിലി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മകളുണ്ട് അമൃതവർഷ. ആ കുട്ടീനെ കാസ്റ്റ് ചെയ്തു, കുറച്ച് ദിവസം ഷൂട്ടൊക്കെ ചെയ്ത് പിന്നെ പെട്ടെന്ന് ആ കുട്ടിയെ മാറ്റി വീണ്ടും അനുമോളെ തന്നെ കാസ്റ്റ് ചെയ്തു. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു കോൺട്രവേഴ്സി ആ സമയത്ത് ഉണ്ടായിട്ടുണ്ടായിരുന്നു. ആ കുട്ടി ഫാമിലിയായിട്ട് തന്നെ ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതവിടെ കഴിഞ്ഞു, ഏകദേശം 2 വർഷം കഴിഞ്ഞു തോന്നുന്നു ആ സംഭവം ഉണ്ടായിട്ട്. അപ്പോൾ ഇന്ന് ഞാൻ ഈ യൂട്യൂബ് സ്ക്രോൾ ചെയ്ത സമയത്ത്, യൂട്യൂബിൽ വീഡിയോകളൊക്കെ നോക്കിക്കൊണ്ടിരുന്ന സമയത്ത് വീണ്ടും ആ വിഷയം എടുത്ത് പൊക്കിയിരിക്കുകയാണ്. അബാക്ക് എന്നാണ് ചാനലിൻ്റെ പേര്, അബാക്ക്. ആ ചാനലിൽ ആ ടോപ്പിക്ക് വീണ്ടും ഇട്ടിട്ട് അനുമോൾ കാരണം അവസരം നഷ്ടപ്പെട്ടു എന്നും പറഞ്ഞിട്ട് തമ്മിലൊക്കെ കൊടുത്തിട്ട് വീഡിയോ ഇട്ടേക്കണം. അപ്പോൾ ഞാനിങ്ങനെ പെട്ടെന്ന് നോക്കി, ഇതെന്താപ്പാ അനുമോൾ കാരണം അവസരം നഷ്ടപ്പെട്ടോ? സാധാരണ ഇപ്പോൾ സീരിയലാണെങ്കിലും സിനിമയാണെങ്കിലും കാസ്റ്റ് ചെയ്യുന്നത് കാസ്റ്റിംഗ് ഡയറക്ടറോ അല്ലെങ്കിൽ ഡയറക്ടറോ പ്രൊഡ്യൂസറൊക്കെ ചേർന്നാണ് കാസ്റ്റ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ ഇപ്പോൾ അനുമോൾ കാരണം അവസരം നഷ്ടപ്പെട്ടു എന്ന് പറയുന്നത് എന്ത് മീനിങ്ങിലാണെന്ന് എനിക്ക് മനസ്സിലായില്ല. അപ്പോഴാണ് ഞാൻ ആ വീഡിയോ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയത്. ശരിക്കും ഒരു ചാനൽ വിചാരിച്ചാൽ ഒരു വ്യക്തിയുടെ കരിയർ എത്രമാത്രം നശിപ്പിക്കാം എന്നുള്ളത് എനിക്കത് മനസ്സിലായി. നമുക്കെന്തായാലും ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. 2 വർഷം മുന്നേ വന്ന ഒരു ടോപ്പിക്കാണെന്ന് ഓർക്കണം. അതിനെ ഇപ്പോൾ അനുമോൾ കപ്പടിച്ചതിൻ്റെ പേരിൽ ആ ഒരു വ്യക്തിനെ തേജോവധം ചെയ്യാൻ വേണ്ടി ഏകദേശം 33,000 പേര് ആ വീഡിയോ കണ്ടു. അപ്പോൾ ഇത്രയധികം ആൾക്കാരുടെ മനസ്സിലേക്കൊരു നെഗറ്റീവ് ഇട്ട് കൊടുക്കാൻ, ഇവൾ ഇത്രക്കാരിയാണോ, ഇവൾ കാരണമാണോ അവസരം നഷ്ടപ്പെട്ടത് എന്നൊക്കെയുള്ളൊരു ചിന്ത ഉണ്ടാക്കിയെടുക്കാൻ ഈസി ആയിട്ട് പറ്റും. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം എന്തൊക്കെയാണ് അവർ പറയുന്നത്. ഇത് ഈ കണ്ണൻ ചേട്ടനോ അല്ലെങ്കിൽ കണ്ണൻചേട്ടൻ്റെ ഫാമിലിയോ അറിഞ്ഞിട്ടായിരിക്കില്ല ഇവർ പോസ്റ്റ് ചെയ്തേക്കുന്നത്. 2 വർഷം മുന്നേ പറഞ്ഞ് അവസാനിപ്പിച്ച കാര്യം. അന്ന് അനുമോൾ ബിഗ് ബോസ് വിന്നറൊന്നും അല്ല. അന്ന് അനുമോൾ ഒരു അഭിനേത്രി മാത്രമാണ്. സീരിയൽ അല്ലെങ്കിൽ സിനിമ അല്ലെങ്കിൽ സ്റ്റാർ മാജിക് പോലുള്ള പ്രോഗ്രാമുകളിൽ അഭിനയിക്കുന്ന ഒരു വ്യക്തി മാത്രമാണ്. ഇപ്പോൾ ബിഗ് ബോസിൽ വിൻ ചെയ്ത് അടുത്ത 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യണമെങ്കിൽ അതിനകത്ത് ഇങ്ങനൊരു തമ്മിൽ കൊടുക്കണമെങ്കിൽ, അപ്പം അങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ ആ ചെയ്ത ആൾക്കാരുടെയൊക്കെ മൈൻഡ് ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇനി വേണമെങ്കിൽ അനുമോൾക്ക് ആരോപിച്ചൂടെ, ഇത് PR വർക്കിൻ്റെ ഭാഗമാണെന്ന് ആരോപിച്ചൂടെ, അനുമോളെ നെഗറ്റീവ് ആക്കാൻ വേണ്ടി. അനുമോൾ ഈ വീഡിയോ കണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ എന്തായാലും നിങ്ങളിതൊന്ന് കണ്ടു നോക്കൂ. ഇതിനകത്ത് ശരിക്കും ഈ കണ്ണൻചേട്ടൻ്റെ ഭാഗത്തോ കണ്ണൻചേട്ടൻ്റെ ഫാമിലിയുടെ ഭാഗത്തോ യാതൊരു മിസ്റ്റേക്ക് ഉണ്ട് എന്ന് ഞാൻ പറയില്ല. കാരണം അവർക്കുണ്ടായ ഒരു അനുഭവം അവർ ഷെയർ ചെയ്തു. അതിനകത്ത് ഒരു അനുമോളുടെ പേര് എടുത്തിടുന്നേ ഇല്ല. ഈ ആങ്കർ അങ്ങോട്ട് പറയുന്ന വിഷയങ്ങളാണ്. അപ്പോൾ ആങ്കേഴ്സ് അല്ലെങ്കിൽ ആങ്കറിങ് ചെയ്യുന്ന ആൾക്കാർ എത്രമാത്രം അവർ ആ ചാനലിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാണ്. പക്ഷേ അവർ കാരണം ഒരു വ്യക്തിയുടെ ലൈഫ് തന്നെ മാറും. പോസിറ്റീവ് ആവാം, നെഗറ്റീവ് ആവാം. ഇതൊന്ന് കണ്ടു നോക്കും. ഇപ്പൊ ഇതിനിടയ്ക്ക് കുറച്ചുനാൾ മുന്നേ ഒരു ചെറിയൊരു വിവാദം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അമൃതവർഷയ്ക്ക് പകരം എന്താ പറയുക, സൂസു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സീരിയലില് കാസ്റ്റ് ചെയ്തിട്ടുള്ളത് അനുമോളെ ആയിരുന്നു. പിന്നീട് ആ ഒരു സംഭവത്തിൽ എന്താ ശരിക്കും സംഭവിച്ചത്? ഇത് ആക്ച്വലി ഓൾറെഡി റണ്ണിംഗ് ഉണ്ടായിരുന്ന സീരിയലാണ് സൂസു. അപ്പൊ അതിൽ അനുശേഷിയാണ് ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ പുതിയ എപ്പിസോഡ് വരുന്ന സമയത്ത്, പുതിയ എപ്പിസോഡല്ല, പുതിയ സ്റ്റോറി അടക്കം മാറ്റി അവര്. അപ്പൊ അതിലൊരു വണ്ണമുള്ള കുട്ടീനെയാണ് അതിൽ സുരഭി സുഹാസിനിയില് സുരഭിയായിട്ട് വണ്ണമുള്ളൊരു ക്യാരക്ടറാണ് വേണ്ടത്. സുഹാസിനി മല്ലികാന്റി തന്നെ അങ്ങനെ. അപ്പം ആ അനുചേച്ചിനെ മാറ്റിയിട്ട് വണ്ണുള്ളൊരു ക്യാരക്ടർ വേണമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഇത് നല്ല വണ്ണം ഉണ്ടായിരുന്നതാണ്. അപ്പൊ അങ്ങനെയാണ് രാജേഷ് സാർ എന്നെ കോണ്ടാക്ട് ചെയ്തതും ഞാൻ അഭിനയിക്കാൻ പോയത്. അങ്ങനെ എത്രയാ, ഒരു 12 എപ്പിസോഡൊക്കെ എടുത്തു. 12 എപ്പിസോഡത്തോളം എന്തോ എടുത്തു. എത്രയോ മാസം ഞങ്ങൾ അവിടെ നിന്ന് ഷൂട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് ഗംഭീരമായിട്ട് ഹാപ്പി ആയിട്ട് തിരിഞ്ഞ് ട്രെയിലർ എടുക്കാൻ പാകത്തിന്, ട്രെയിലറിന് വരെ റോട്ടിൽ ഇറക്കി ആൾക്കാരുടെ അഭിപ്രായമൊക്കെ ചോദിച്ചു പ്രൊമോയ്ക്ക് വേണ്ടിയിട്ട്. ഇങ്ങനെ വണ്ണമുള്ള ഒരാളുടെ നായികയായിട്ട് വന്നതിൽ അക്സെപ്റ്റ് ചെയ്യുക രീതിയിൽ, അതെ, റോട്ടിലൊക്കെ ഇറക്കി അങ്ങനെ പ്രൊമോ വരെ എടുത്ത് ഷെഡ്യൂൾ, എന്താ പറയുക, റിലീസ് ആവാനുള്ള ഡേറ്റ് വരെ നമുക്ക് ചാനലിൽ നിന്ന് കിട്ടി. എല്ലാം ഓക്കെ ആയിട്ടിരിക്കുമ്പോഴാണ് ചാനലില് ഏതാ വിഷയം എന്ന് ക്ലിയർ ആയിട്ട് എനിക്ക് ഇപ്പോഴും. അത് അനുമോള് വന്നതുകൊണ്ടാണ് ആ ഒരു ചാൻസ് മിസ്സായെന്നാണ് പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. കേട്ടല്ലോ, അനുമോള് വന്നതുകൊണ്ടാണ് ആ ചാൻസ് മിസ്സായതെന്നാണ് പുറത്തേക്ക് വരുന്ന ന്യൂസ്. അവർ അത് അക്സെപ്റ്റ് ചെയ്തു. അതേന്ന് പറയുന്നത് പുറത്ത് കേൾക്കുന്ന ന്യൂസ് അങ്ങനെയാണെന്ന് പറയുന്നത്. പക്ഷേ ഞാൻ ചോദിച്ചോട്ടെ, ഒരു സീരിയൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു സീരിയൽ ആയിക്കോട്ടെ സിനിമ ആയിക്കോട്ടെ, അതിൻ്റെ കാസ്റ്റിംഗ് നടത്തുന്നത് ഒന്നുകിൽ പ്രോഗ്രാം പ്രൊഡ്യൂസർ, അല്ലെങ്കിൽ പ്രോഗ്രാം ഡയറക്ടർ, അല്ലെങ്കിൽ ആ പ്രോജക്റ്റിൻ്റെ ഡയറക്ടർ, അതല്ലെങ്കിൽ കാസ്റ്റിംഗ് ഡയറക്ടർ, ഇങ്ങനെയുള്ള കുറേ ആൾക്കാർ ചേർന്നാണ് ഒരു പ്രോജക്റ്റിന് വേണ്ടി ആളെ കാസ്റ്റ് ചെയ്യുന്നത്. അതിനകത്തൊരു പക്ഷേ ആരെങ്കിലും ഒരാളുടെ അഭിപ്രായം മാറിയാൽ മതി. ഫോർ എക്സാമ്പിൾ പറയാം,
ഞാൻ ഒരു സീരിയൽ അഭിനയിക്കാൻ പോയപ്പോൾ അവിടെ എനിക്ക് നേരിട്ടൊരു തിക്ത അനുഭവമുണ്ട്. ഞാൻ ഇന്നുവരെ അധികം ആരോടും പറയാത്തൊരു കാര്യമാണിത്. എനിക്ക് കിട്ടിയ ക്യാരക്ടർ ഒരു ഡോക്ടറുടെ ക്യാരക്ടറാണ്. അതായത് ആ സീരിയലിൽ നായികേനെ ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടർ. സ്റ്റോറി അങ്ങനെയാണ് പോകുന്നത്. നായിക ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടറാണ്. ചെറിയൊരു ക്യാരക്ടറാണ്, വലിയൊരു ക്യാരക്ടർ അല്ല. എനിക്ക് കോൾ വരുന്ന രാവിലെ 9 മണിക്കാണ്. പെട്ടെന്ന് വരണം ലൊക്കേഷനിലേക്ക് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ എന്നെ വിളിച്ചയാളോട് ഞാൻ പറഞ്ഞു പെട്ടെന്ന് വരാൻ പറഞ്ഞു. ഞാൻ ഒന്നാമത്തെ കാര്യം ഡോക്ടറുടെ കോസ്റ്റ്യൂം ഞാൻ കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ ഡോക്ടറാണ്, കാര്യങ്ങൾ ഇങ്ങനെയാണെന്ന് പറഞ്ഞു. ഫോട്ടോ അയച്ചു കൊടുത്തു. എല്ലാം വളരെ പെട്ടെന്ന് നടക്കുന്ന കാര്യമാണ്. ഞാൻ പറഞ്ഞു ഇത്ര പെട്ടെന്ന് പറഞ്ഞാൽ എനിക്ക് കോസ്റ്റ്യൂം ഒന്നും ഇല്ല, ഞാൻ ഇടുന്ന നോർമൽ കോസ്റ്റ്യൂംസ് മാത്രമേ ഉള്ളൂ, ഒരു ഡോക്ടറുടെ വേഷം എന്ന് പറയുന്നത് അറിയാമല്ലോ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു അതൊന്നും കുഴപ്പമില്ല, നീ പെട്ടെന്ന് വന്നാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ പെട്ടെന്ന് ടെക്സ്റ്റൈൽസ് പോകുന്നു, എക്സിക്യൂട്ടീവ് പാൻറ്റ് ഷർട്ടൊക്കെ മേടിക്കുന്നു, അത് ആയിട്ട് ലൊക്കേഷനിലേക്ക് ചെല്ലുന്നു. ഒരു 11 മണിയായപ്പോഴാണ് എത്തിയത്. എന്നോട് ആ സമയത്ത് എത്തിയാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഡയറക്ടർ കണ്ടു, വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു, ഷോട്ടിന് സമയമായിട്ടില്ല എന്ന് പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ രാത്രി 8:45 വരെ ഷോട്ട് എടുത്തിട്ടില്ല. 8:45 എന്നോട് മേക്കപ്പ് ചെയ്യാൻ പറഞ്ഞു. മേക്കപ്പ് ചെയ്തു, കോസ്റ്റ്യൂം ഡ്രസ്സ് മാറി, മേക്കപ്പ് ചെയ്തിരിക്കുകയാണ്. 9:30 വന്ന് പറയുവാണ് അനീഷ നമുക്ക് ഇന്ന് എടുക്കാൻ പറ്റില്ല കേട്ടോ, അടുത്ത ഷെഡ്യൂളിലേക്ക് മാറ്റിയിരിക്കുകയാണ്. നിങ്ങളൊന്ന് ആലോചിച്ചോണം, ഒരാളുടെ ഒരു അവസ്ഥ ആലോചിച്ചോണം. രാവിലെ 11 മണി മുതൽ വൈകുന്നേരം 9 മണി വരെ അല്ലെങ്കിൽ 9:30 മണി വരെ അവിടെ കാത്തിരിക്കുകയാണ്. മേക്കപ്പ് ഇട്ട് കോസ്റ്റ്യൂം മാറിയൊക്കെ ഇരിക്കുകയാണ്. അപ്പോഴാണ് വന്ന് പറയുന്നത് നമുക്ക് ഇന്ന് എടുക്കുന്നില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു അപ്പോൾ നാളെ ഉണ്ടാവുമോ? നാളെ ഇല്ലാതെ ഇത് അടുത്ത ഷെഡ്യൂളിലേക്ക് മാറ്റുകയാണ്, ഈ ഒരു സീന് അടുത്ത ഷെഡ്യൂളിലേക്ക് മാറ്റുകയാണെന്ന് പറഞ്ഞു. ഞാൻ ശരിക്കും പറയാം ലിറ്ററലി എൻ്റെ കണ്ണ് നിറഞ്ഞു പോയി, ഭയങ്കര വിഷമമായി പോയി. ഞാൻ എന്നിട്ട് ഇറങ്ങിയപ്പോഴേക്കും ആ പ്രോജക്റ്റിൻ്റെ കൺട്രോളർ എനിക്ക് 500 രൂപ കാര്യമാണ് വണ്ടിക്കാശ് പറഞ്ഞു. നമ്മുടെ വേണ്ട കേട്ടോ കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ഞാനത് തിരിച്ചു കൊടുത്തിട്ട് ഞാൻ ഇറങ്ങി വന്നു. ഇതുപോലത്തെ അവസരങ്ങൾ എല്ലാവർക്കും ഉണ്ടാവും. അപ്പോൾ ഇതിനകത്ത് ഇവർക്കുണ്ടായ ഒരു എക്സ്പീരിയൻസ് അവർ ഷെയർ ചെയ്താണ്. അതിനകത്ത് അനുമോളുടെ പേര് എങ്ങനെ വലിച്ചഴക്കപ്പെടുന്നു എനിക്ക് മനസ്സിലാവുന്നില്ല. അനുമോൾ കാരണം അവസരം നഷ്ടപ്പെട്ടു. അത് ഇപ്പോൾ ഒരു ഇൻ്റർവ്യൂ അവർ കൊടുത്തു, അല്ലെങ്കിൽ ഇങ്ങനൊരു തമ്മിൽ വന്നുകൊണ്ട് എന്നെ ഞെട്ടിപ്പിച്ചു കളഞ്ഞത്. അവർ ഇൻ്റർവ്യൂ കൊടുത്തത് അവരുടെ ഫാമിലി കാര്യങ്ങൾ, അവരുടെ കലാപരമായിട്ടുള്ള കാര്യങ്ങൾ, അവരുടെ കലാജീവിതം, അതേക്കുറിച്ചൊക്കെ സംസാരിച്ചുകൊണ്ടൊരു ഇൻ്റർവ്യൂ ആണ്. അതിനകത്ത് ഈ ആങ്കർ ഈ ഒരു ചോദ്യം ഇട്ട് കൊടുക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, അനുമോൾ കാരണം അവസരം നഷ്ടപ്പെട്ടു എന്നൊക്കെ കേട്ടല്ലോ, അതെന്താണ് അതിൻ്റെ സത്യാവസ്ഥ? ആ സത്യാവസ്ഥ പറഞ്ഞതിനകത്തും കൂടി ഒന്ന് എറിഞ്ഞു നോക്കുകയാണ്. ഇങ്ങനെയാണല്ലോ പുറത്ത് കേൾക്കുന്നത്, പുറത്ത് പറയുന്നത്. അപ്പോൾ അവരത് അക്സെപ്റ്റ് ചെയ്തു. അതെ അങ്ങനെയാണ് കേൾക്കുന്നതെന്ന് പറഞ്ഞു. പക്ഷേ അതിൻ്റെ തംബ്നെയിൽ ഇങ്ങനെയാണ്. ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം അവിടെയാണ്. തംബ്നെയിൽ കൊടുത്തിരുന്നത് അനുമോൾ കാരണം അവസരം നഷ്ടപ്പെട്ടു. ക്ലിക്ക് ബൈറ്റിന് വേണ്ടി ഇത് തോന്നിവാസം എഴുതുന്ന കുറേ ടീമുകൾ, അബാക് മീഡിയ എന്നെ പേര്, ABACK, 10-33,000 പേരോളം ഈ വീഡിയോ കണ്ടു കഴിഞ്ഞു. കുറേയധികം കമൻറ്റുകൾ വരുന്നുണ്ട്. ആ കമൻറ്റുകളിൽ ഭൂരിഭാഗവും ഇപ്പോൾ അനുമോളെ തേജോവധം ചെയ്യാൻ വേണ്ടി എടുത്ത വീഡിയോ ആണോ എന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിനകത്ത് ബാധിക്കപ്പെടുന്നത് അനുമോൾ മാത്രമല്ല, ഈ കണ്ണൻചേട്ടൻ്റെ ഫാമിലി ഇത് ബാധിക്കപ്പെടും. ആൾക്കാർ കമൻറ്റ് ചെയ്യുന്നത് അവർക്കെതിരായിട്ട് കമൻറ്റ് ചെയ്യും. ഇത്രയും നാളില്ലാത്ത വിഷമമാണ്. ഇപ്പോൾ 2 വർഷത്തിന് മേളിലെന്തോ നടന്ന സംഭവമാണ്. കാരണം ഞാൻ ഈ സംഭവം നടക്കുമ്പോൾ ഞാൻ എറണാകുളത്താണ്. ഞാൻ എറണാകുളത്ത് നിന്ന് വന്നിട്ട് 2 വർഷമായി. അപ്പോൾ അന്ന് ഞാൻ ഈ വീഡിയോ കണ്ടിട്ടുണ്ട്, ഇവരുടെ ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോ കണ്ടിട്ടുണ്ട്. അന്ന് ഞാൻ കണ്ണൻചേട്ടനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ ചേട്ടാ, അത് വളരെ നെഗറ്റീവാണല്ലോ പുറത്ത് വരുന്നത് പറഞ്ഞിട്ട്. അപ്പോൾ ചേട്ടൻ പറഞ്ഞു കുഴപ്പമില്ല മോനെ, അത് വിട്ടേക്ക്, കാര്യമാക്കണ്ട എന്ന് പറഞ്ഞ് വിട്ടു. പക്ഷേ ഇപ്പോൾ വീണ്ടും അതേ വിഷയം. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വ്യക്തിനെ, അനുമോൾ എന്ന് പറയുന്ന വ്യക്തിനെ ഡീഗ്രേഡ് ചെയ്യാൻ വേണ്ടി തന്നെ ചെയ്യുന്നതല്ലേ. ഞാൻ കണ്ണൻചേട്ടനല്ല പറഞ്ഞത്, ഈ ചാനലിനെയാണ് പറയുന്നത്. കണ്ണൻചേട്ടനും അദ്ദേഹത്തിൻ്റെ ഫാമിലിയോ ഇതിനകത്ത് യാതൊരു ഭാഗമല്ല. അവരോട് ചോദിച്ച ചോദ്യത്തിന് വ്യക്തമായ മറുപടി പറഞ്ഞു, അത്രേ ഉള്ളൂ. പക്ഷേ ഈ ചാനൽ എന്താ ചെയ്യുന്നത്? അതിനിങ്ങനെ തംബ്നെയിൽ കൊടുത്ത് ഒരു ഡീഗ്രേഡിങ് ഫോമുല പോലെ. അപ്പോൾ അത് ആരുടെയോ PR-ൻ്റെ ഭാഗമാണെന്ന് പറയേണ്ടി വരില്ലേ? പക്ഷെ അങ്ങനെ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇത് ചാനൽ ക്ലിക്ക് ബൈറ്റിന് വേണ്ടി ചെയ്യുന്നൊരു പരിപാടിയാണ്. പക്ഷെ അത് വലിയ തോന്നിവാസമായിപ്പോയി, പറയാണ്ടിരിക്കാൻ വയ്യ. ഇമാതിരി പരിപാടി കാണിക്കരുത്. നമുക്കതിന്റെ സത്യാവസ്ഥ അറിയില്ല, പിന്നീട് വന്നത് അങ്ങനെയായിരുന്നു. അല്ല, ആ സമയത്ത് കുറച്ച് വിഷമങ്ങൾ നമുക്ക് സ്വാഭാവികമാണല്ലോ. നമ്മളൊരു വലിയ നല്ലൊരു അവസരം നഷ്ടപ്പെട്ടതിന്റെ ഒരു വിഷമം. പ്രത്യേകിച്ച് അവളന്ന് ഈ നാട്ടിലില്ലാത്തൊരു സമയം, അവള് ചെന്നൈയിലായിരുന്നു, ഒറ്റയ്ക്കായിരുന്നു. നമ്മുടെ കൂടെ ആണെങ്കിൽ വിഷയമില്ല. ഇതിനു വേണ്ടി വരുത്തി നമ്മൾ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ചെന്നൈക്ക് തിരിച്ചുപോയി. അല്ല, ഇവിടുത്തെ 2 മക്കൾക്കും എന്ത് സങ്കടം വന്നാലും സന്തോഷം വന്നാലും അച്ഛനെ കെട്ടിപ്പിടിച്ചാൽ തീരാവുന്നതേ ഉള്ളവരുടെ. ആ ഒരു സിറ്റുവേഷനിൽ ഇവള് ഒറ്റയ്ക്ക് അവിടെ, നമ്മളിവിടെ ആ സമയത്ത് ഒരു മാനസികാവസ്ഥ, ഇപ്പം കുഞ്ഞല്ലേ. അതിന്ന് പുറത്തു വരാൻ കുറച്ചധികം സമയം എടുത്തായിരുന്നു. പിന്നെ ഓക്കെ ആയി, ഇതില് നല്ലത് വരാൻ. സീരിയലിന്റെ പുറകെ, സിനിമയുടെ പുറകെ ഇങ്ങനെ ഓഡീഷൻസ് ഒന്നിനും ഞാൻ പോയിട്ടില്ല. ഇത് ഇങ്ങോട്ട് വിളിച്ച് ഇങ്ങനെ വരണം ചെയ്യണം എന്ന് പറഞ്ഞാൽ നമ്മൾ പോയി കണ്ട് ഇഷ്ടപ്പെട്ട്, ലൈക്ക് എന്താ പറയാ, ഇന്റർവ്യൂ അല്ലെങ്കിൽ അഭിനയിച്ച് കാണിക്കലോ ഒന്നും ഉണ്ടായിട്ടില്ല. കണ്ടു, ഇഷ്ടപ്പെട്ടു, അങ്ങനെ ഷൂട്ടിംഗ് തുടങ്ങിയത്. അപ്പം ഇങ്ങോട്ട് വന്ന ഓഫറിൽ നമ്മളപ്പോ അത്രയും പ്രതീക്ഷിച്ചു. ഇവരാണെങ്കിൽ കുറെ ഹൈപ്പും തന്നു എനിക്ക്. നായികയാണ്, അതാണ്, ഇതാണ്, ഇനി അങ്ങോട്ട് പ്രോഗ്രാം കഴിഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് ആകാശം മുട്ട വളരും എന്നൊക്കെയാണല്ലോ അങ്ങ് വളർത്തി വെച്ചു അവര്. ഒറ്റടിക്ക് താഴ്ത്തി കിട്ടി. അതൊക്കെ ഭയങ്കര പ്രതീക്ഷയല്ലേ, ആദ്യമായിട്ടല്ലേ എന്റെ തകർന്ന് തരിപ്പണായി പോയി. ഒറ്റടിക്ക്. പക്ഷെ ഇപ്പൊ ആലോചിക്കുമ്പോ നമുക്ക് ചിരിയാ വരണത്.
ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഇതിനകത്ത് പറയുന്ന കാര്യങ്ങൾ. അവർക്കുണ്ടായ വിഷമങ്ങൾ അവർ ഷെയർ ചെയ്യുന്നതാണ്. പക്ഷേ അതിനകത്ത് അനുമോൾ എന്ന് പറഞ്ഞ വ്യക്തി എന്ത് പിഴച്ചു എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഇപ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർവ്യൂ എടുക്കാനും അല്ലെങ്കിൽ ഇത് ഈ ഇൻ്റർവ്യൂ പുതിയതാണെന്ന് എനിക്ക് അറിയില്ല. പക്ഷേ ഈ വിഷയം പഴയതാണ്, 2 വർഷത്തിന് മേളിൽ പ്രായമുള്ളൊരു വിഷയമാണ്. അതിനെ ഇപ്പോഴും വലിച്ചഴിച്ച് വീണ്ടും ഒരു കോൺട്രവേഴ്സി ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നതല്ലേ എന്നുള്ള ചിന്തയാണ് എന്നെ ഈ ടോപ്പിക് എടുക്കാൻ കാരണമാക്കിയത്. ശരിക്കും അത് കണ്ണൻ ചേട്ടനും ഫാമിലിക്കും നെഗറ്റീവായിട്ട് ഇമ്പാക്ട് ചെയ്യും. രണ്ടെന്ന് പറയുന്നത് കാരണം അന്നത്തെ വിഷയം അതിപ്പോഴും വലിച്ച് കൊണ്ട് നടക്കുന്നു എന്നൊരു ചിന്ത വരും. ആ ഒരു ലെവലിൽ ആൾക്കാർ ചിന്തിക്കും. പിന്നെ മാത്രമല്ല, ഇതൊന്നും അറിയാത്ത ആൾക്കാർ അനുമോളെ കുറ്റപ്പെടുത്തി സംസാരിക്കും. അവളല്ലേലും അങ്ങനെയാണ്, അവൾ ഇങ്ങനെയാണ്, മറ്റാണ്, മറിച്ചാണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇങ്ങനെ നെഗറ്റീവ് സ്പ്രെഡ് ചെയ്ത് കാശ് ഉണ്ടാക്കുന്ന കുറേ ചാനലുകൾ ഇങ്ങനെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഇട്ടിട്ട് എന്തിനാണ് വീഡിയോ ചെയ്യുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞങ്ങളെപ്പോലുള്ള ആൾക്കാർ റിയാക്ട് ചെയ്യുന്നത് ഇത്തരം വിഷയങ്ങൾക്കെതിരായിട്ടാണ്. എനിവേ, ഈ ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താ വെച്ചാൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. സോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.